ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജി ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എസ് എ ടോപ്പിക്സും ഷോർട്ട് എസ്സേയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. നമ്മൾ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും യൂസ്ഫുള്ളാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ സോഷ്യോളജിയിൽ നമുക്കിപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റാണ് നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ റിവിഷൻ പോർഷൻസിൻ്റെ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ കൂടി ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം നോക്കുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് കേട്ടോ. അതായത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ മുതലാണല്ലോ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത്. ദാറ്റ് ഈസ് ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ എന്ന് പറയുന്ന 6ാമത്തെ പാഠം മുതലാണ് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി അഥവാ സാമുദായിക സ്വത്വം. ഇതൊരു 2-3 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണെന്ന് 2-3 സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോയേക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ് റീജിയണലിസം അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ റീജിയണലിസം ഒരു എസ് എ ടോപ്പിക്കാണ്. മീൻസ് 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അഥവാ 8 മാർക്കിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ 6 മാർക്ക് റേഞ്ചിന് ഷോർട്ടസ്റ്റ് ആയിട്ടും വരാറുണ്ട് കേട്ടോ. സോ റീജിയണലിസം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത് വരുന്നതാണ് കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു 1-2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ആ ഒരു റേഞ്ചിൽ എന്താണ് വാട്ട് യു മീൻ ബൈ കമ്മ്യൂണലിസം എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതായത് വർഗീയത കേട്ടോ. വർഗീയത അഥവാ കമ്മ്യൂണലിസം എന്താണെന്നുള്ളത് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇനി വരുന്നതാണ് സെക്യുലറിസം. ദാറ്റ് ഈസ് മതനിരപേക്ഷത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇതും ഒരു എസ് എ ടോപ്പിക്കാണ്. 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സെക്യുലറിസം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ സ്പെഷ്യലി റൗണ്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ സൊസൈറ്റി അഥവാ പൗരസമൂഹം. ഇതും ഒരു 8 മാർക്കിൻ്റെ എസ് എ ചോദ്യമാണ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പൗരസമൂഹം. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിൽ സൊസൈറ്റിയിൽ ഒരു ഓർഗനൈസേഷൻ സിവിൽ സൊസൈറ്റി അഥവാ പൗരസമൂഹം എന്ന് പറയണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. 2 കണ്ടീഷനും റൂൾസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മീൻസ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ആ ഒരു 2 കണ്ടീഷനൊന്നും കൂടി നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു 1 വേർഡ് ചോദിക്കാം. നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വിവരാവകാശ നിയമം എന്നാണ് വന്നത്? 2005 PYQയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1 വേർഡായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ പഠിക്കുക. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഘടനാപരമായിട്ടുള്ള മാറ്റം. 7ാമത്തെ ചാപ്റ്റർ ആ ഒരു ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഇല്ലല്ലോ. മറ്റേ എന്താ പറയുക, ഇൻ്റർവ്യൂ അങ്ങനെ കുറച്ച് കാര്യം സർവേ മെത്തേഡൊക്കെ അല്ലേ പറയുന്നത്. ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല സാധാരണ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. 8ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് അടുത്ത് ഇമ്പോർട്ടൻറ്റ്, സ്ട്രക്ചറൽ ചേഞ്ച് ഘടനാപരമായ മാറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. നോക്കിക്കോളൂ, ഇതിനകത്ത് കൊളോണിയലിസം എന്താണെന്നുള്ളത് ഒരു 1 വേർഡിന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. മീൻസ് കൊളോണിയലിസം, കോളനിവൽക്കരണം അല്ലേ, കൊളോണിയലിസം അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. രണ്ടാമതായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ വ്യവസായവൽക്കരണം എന്താണെന്നും 2 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 1 വേർഡിനും വരും കേട്ടോ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം എന്താണെന്നുള്ളത് ഡെഫിനേഷൻ പഠിച്ചിട്ട് പോവുക. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ അപവ്യവസായവൽക്കരണം. ഓക്കെ, ഇതും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെഫിനേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ടേമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്താക്കാം, 1 വേർഡ് ആയിട്ടും ചോദിക്കാനുണ്ട്. സോ കൊളോണിയലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ അപവ്യവസായവൽക്കരണം, ഇതെല്ലാം ആ രീതിയിൽ ഡെഫിനേഷൻസ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നോക്കൂ, അടുത്ത ചോദ്യം അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. അതായത് നഗരവൽക്കരണവും വ്യാവസായവൽക്കരണവും, നമ്മുടെ ഇന്ത്യയിലുള്ള നഗരവൽക്കരണത്തെ പറ്റിയിട്ടും വ്യാവസായവൽക്കരണത്തെ പറ്റിയിട്ട് ഒരു 4-5 മാർക്കിനൊക്കെ അത് ചോദിക്കാം. ഇനി അത് ഉറപ്പായിട്ട് എന്താക്കാം, ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് അതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്, അർബനൈസേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള MSA റാവോൻ്റെ അഭിപ്രായത്തിലുള്ള നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ അർബനൈസേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, MSA റാവോവിൻ്റെ അഭിപ്രായത്തിലുള്ള അർബനൈസേഷനാണ്. അതായത് നഗരവൽക്കരണം സ്വതന്ത്ര ഇന്ത്യയിൽ. ഓക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കുക, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള MSA റാവോവിൻ്റെ അഭിപ്രായത്തിലുള്ള നഗരവൽക്കരണത്തെ പറ്റിയിട്ടാണ് നമുക്ക് ചോദ്യം ചോദിക്കുക. 4 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചിട്ട് പോകാൻ സ്കിപ്പ് ആക്കരുത്. ഓക്കെ, ഇനി